വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു വണ്ടിയാണ് കിയയുടെ സോണറ്റ്. KL8 രജിസ്ട്രേഷനിൽ വരുന്നൊരു വണ്ടിയാണ്. തൃശ്ശൂർ ടൗണിലാണ് വണ്ടി കിടക്കുന്നത്. വണ്ടി പക്ക ക്ലീൻ വണ്ടിയാണ്. ചെറിയ ചെറിയ സ്ക്രാച്ചസ് വണ്ടിയുമുണ്ട് യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അല്ലാതെയുള്ള മേജർ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററിയാണ്. ഡീസൽ വണ്ടി എപ്പോഴും നമുക്ക് ഒരുപാട് കിലോമീറ്റർ ഓടിയ വണ്ടികൾ കിട്ടാറ്. ഇത് വെറും 36,000 കിലോമീറ്റർ മാത്രം ഓടിയതാണ്. അതും ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. ടയർ കണ്ടീഷനും അത്യാവശ്യം നല്ല ക്ലീനാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓടിക്കാനുള്ള ടയർ കണ്ടീഷൻ ഉണ്ട്. കാരണം കമ്പനി വരുമ്പോഴുള്ള ആ ടയർ തന്നെയാണ്. അപ്പം ഇനി ഓൾമോസ്റ്റ് ഒരു 25,000 കൂടെ ഈസി ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ ടയർ ഉപയോഗിച്ച് പറ്റും. 36,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു വണ്ടിയെ സംബന്ധിച്ച് ഒന്നും ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബോക്കാറൗണ്ട് വീഡിയോ കാണിക്കുന്നത് ഇതിൽ എത്രത്തോളം സ്ക്രാച്ചസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഡയറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറെ മേജറായിട്ടുള്ള ഫിൽറ്ററിങ്ങോ എഡിറ്റിങ്ങോ ഒന്നും കൊടുക്കാത്തൊരു വീഡിയോ ആണ് യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇൻസ്റ്റയിൽ കുറച്ച് ഫിൽറ്ററൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഇതുമ്പോൾ കാണിക്കുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചസ്, അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് ആ കൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്യേണ്ടി വരുള്ളൂ. അല്ലാതെ വേറെ മേജറായിട്ടുള്ള ഡെൻറ്റുകളോ കാര്യങ്ങളോ വണ്ടിമേ വന്നിട്ടില്ല. വണ്ടി മേജറായിട്ടുള്ള റഫ്യൂസ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. 2023 മോഡൽ 24 രജിസ്ട്രേഷൻ ഒരു ഡീസൽ കാറാണ്. ഇൻറ്റീരിയർ നല്ല ഫ്രഷ് ആൻഡ് നീറ്റായിട്ട് തന്നെ കിടക്കുന്നത്. സൺറൂഫ് അവൈലബിൾ ആണ് വണ്ടിക്ക്. പക്ഷേ ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഗിയർ ഷിഫ്റ്റിങ് വരില്ല എന്നല്ല, ഗിയർ നമ്മൾ മാനുവലി ഷിഫ്റ്റ് ചെയ്യണം. പക്ഷേ ക്ലച്ച് ചവിട്ടണ്ട. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലച്ച്ലെസ് കാറാണ്. നല്ല ടെക്നോളജിയാണ്. IMT എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. അത് നമുക്ക് യൂസ് ചെയ്യാണ്ട് എവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ട്രാഫിക്കിലൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. കാരണം ട്രാഫിക്കിൽ നമ്മൾ ക്ലച്ച് വിട്ട് പിടിച്ചിട്ടുള്ള കാലുവേദന ഒക്കെ നമുക്ക് ഈ വണ്ടി ഒഴിവാക്കി തരും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഫ്രണ്ട് ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. പക്ക ഡീറ്റെയിൽ ചെയ്ത് അടുത്ത് പിടിച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു പോളിഷ് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു ബഡ്ജറ്റിൽ, ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ ഒരു ഡീസൽ കാറ് കിയയുടെ വലിയ പഴക്കമില്ലാത്തൊരു കാറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. 2024 രജിസ്ട്രേഷൻ വണ്ടിക്ക് വരുന്നത്. മെയ് ആണ് മന്ത് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വണ്ടി മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും വർക്കിങ്ങും ആണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.